ഗുഡ് മോർണിംഗ്. എല്ലാവരെയും സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ സീനാബൈ പാർവണം എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴുത്ത പപ്പായ കൊണ്ടൊരു ഹൽവയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നല്ല പഴുത്തൊരു വലിയ പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പായ എല്ലാം നന്നായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മധുരക്കുറവാണ് ഈ പപ്പായയ്ക്ക്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ആദ്യം നമുക്ക് ഇത്ര അരച്ചുകൊണ്ട് വരാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് അരയ്ക്കാനുള്ള പപ്പായ ഇരിപ്പുണ്ട്. അപ്പം ഒരു ട്രിപ്പ് പപ്പായ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് അരയ്ക്കാനുള്ള പപ്പായ ഇരിപ്പുണ്ട്. ഇതുകൂടെ ഇതുപോലെ അരച്ചെടുക്കാൻ പോവാണ്. രണ്ടാമത്തെ ട്രിപ്പും പപ്പായ അരച്ചെടുത്തു. ഞാൻ പപ്പായ ഇവിടെ 2 പാത്രത്തിലായിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കട്ട കെട്ടാതെ നല്ല പോലെ വെള്ളത്തിൽ ഇളക്കിയെടുക്കണം. പിന്നെ നെയ്യ് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ നെയ്യിലാണല്ലോ ഈ അലുവ കുറുകി വരേണ്ടത്. നെയ്യ് എടുത്തിട്ടുണ്ട്. 5-6 ഏലക്ക അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സീഡ് മാത്രം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന റോസ്റ്റഡ് ആയിട്ടുള്ള കശുവണ്ടിയാണ്. ഒരു 10-12 കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ മുറിച്ചാണ് കശുവണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഈ അലുവയ്ക്ക് വേണ്ടത്. ഈ കോൺഫ്ലവർ ഇനി നന്നായിട്ട് കട്ട കെട്ടാതെ നമുക്കൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കണം. പാനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ചൂടായ നെയ്യിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കുകയാണ്. സിമ്മിലിട്ട് വേണം ഇത് വേവിക്കാൻ. നന്നായി വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. അതിനനുസരിച്ച് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിന് കുറുകി വരണം നന്നായിട്ട്. ഞാൻ ഇതിലേക്ക് ഈ ഏലക്ക ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് എക്സ്ട്രാ കളറുകളൊന്നും ചേർത്തിട്ടില്ലേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറോട് ചേർക്കാൻ പോവുകയാണ്.
ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, കോൺഫ്ലവർ ഒഴിച്ചപ്പോഴത്തേക്ക് അത് തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണം ഇത് നമ്മൾ കുറുക്കിയെടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും പെട്ടെന്ന്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പോവാണേ. അപ്പം ഞാനൊരു 10 സ്പൂണ് പഞ്ചസാരയോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ കാഷ്യൂടി ഇത് ഇട്ട് കൊടുക്കുകയാണേ. അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വീതം നെയ്യ് ഒഴിച്ച് കൊടുക്കണം. മധുരം നോക്കണം. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഇടാൻ. ഒരു 3 സ്പൂണ് പഞ്ചസാരയോട് ആഡ് ചെയ്തായിരുന്നു. കുറച്ച് മധുരം കുറവായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ പാൻ വച്ചപ്പം തന്നെ നല്ല 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യോടെ ഒഴിച്ചു. ഇവിടെ പാനിന്നിങ്ങനെ വിട്ട് വരുന്നതാണ് ഇതിൻ്റെ പാകമായിട്ട് വരുന്നത്. വീണ്ടും 1 സ്പൂൺ നെയ്യോടെ ഒഴിച്ച് കൊടുക്കുവാണേ. നെയ്യ് വേണം ഇതിങ്ങനെ കുറുകി വരാൻ. ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിക്ക് പിടിക്കാതെ അടി തീർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, ശരിക്ക് വിട്ട് വന്നു. ശരിക്ക് വിട്ട് ഈ പാനിന്ന് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവ്. ഞാൻ ഇനി ഈ ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്കാണ്. അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ ഇത് പുറത്ത് തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇതാണ് കറക്റ്റ് പരുവ്. ഒരു സ്പൂൺ നെയ്യൂടെ ലാസ്റ്റിൽ ഒഴിച്ചിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ഈ ഹൽവയ്ക്കകത്തോട്ട് ഞാൻ 8 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. 13 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. കളറിനായിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഒരു ഫുഡ് കളറും ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ആ പപ്പായയുടെ കളർ തന്നെയാണിത്. പപ്പായ ഹൽവ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. ഇനി ഇത് ആ കേക്ക് ടിന്നിലിരുന്ന് നന്നായിട്ട് ഉറച്ച് 4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാൻ പോവാം. ടിന്നിലേക്ക് നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റായിരിക്കുന്ന ആലുവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണേ. ഇതൊരു റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ ഇരുന്ന് ഈ ഹൽവ ഈ പാത്രത്തിലൊന്ന് സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ അലുവയൊക്കെ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാമെന്നായിരുന്നു പറഞ്ഞേ. പക്ഷെ 3 മണിക്കൂറായതേ ഉള്ളൂ. അലുവയൊക്കെ നല്ലപോലെ ഉറച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് കട്ട് ചെയ്യാൻ പോവുകയാണേ. നമ്മുടെ പപ്പായ ഹൽവ നല്ലതുപോലെ ഉറച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ പപ്പായ ഹൽവ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കമൻറ്റായി രേഖപ്പെടുത്തണം.